ഇപ്പോൾ മോദി ഗവൺമെൻറ് അധികാരത്തിൽ കയറി അത് പൂർണ്ണമായിട്ടും കൺട്രോളിൽ വരാൻ പോകുന്ന 100 ദിവസം എന്തൊക്കെയാണ് ഗവൺമെൻറ്റിൻ്റെ പ്ലാനും പദ്ധതികളും നടപ്പിലാക്കുന്നു, അതിനെപ്പറ്റി പാർട്ടിയുമായിട്ട് ചർച്ച ചെയ്യുന്നു. അതായത് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. സ്പീക്കറെ തിരഞ്ഞെടുക്കാൻ പോകുന്നു. അതൊക്കെ ഒരു ഭാഗത്ത് പോകുമ്പോൾ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസും മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടിയും നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മോദി ഗവൺമെൻറ് 1 വർഷത്തിൽ കൂടുതൽ അല്ലെങ്കിൽ 2 വർഷത്തിൽ കൂടുതൽ മുന്നോട്ട് പോവുകയില്ല. ഇപ്പോൾ പലരുടെയും ധാരണ ഈ അവരുടെ കൂടെയുള്ള ഘടകകക്ഷികളായ നിതീഷ് കുമാറിൻ്റെയും അതേപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവിൻ്റെയും പാർട്ടി പിന്തുണ പിൻവലിക്കാൻ സാധ്യത അതിനെ ബേസ് ചെയ്തല്ല ഇവരിത് പറയുന്നത് RSSും മോദിയുമായിട്ട് അത് BJPയുമായിട്ട് നല്ല അടിയ. അപ്പം ഇതിനെപ്പറ്റി ഞാൻ ഇലക്ഷൻ്റെ 3ാമത്തെ ഫേസ് കഴിഞ്ഞപ്പോൾ വീഡിയോ ചെയ്തപ്പോൾ ഇത് കൃത്യമായിട്ട് പറഞ്ഞു. ഇവർ തമ്മിൽ അടിയാണ്, പലയിടത്തും അടിയാണ്. അപ്പം അതിൻ്റെ താഴെ പല ആൾക്കാരും വന്ന് കമൻറ്റ് ചെയ്ത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇവർ തമ്മിൽ നല്ല അടിയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് RSSൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ് ഇന്ദ്രേഷ് കുമാറിൻ്റെ പ്രസ്താവന നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. അതായത് രാമഭക്തരാണ് 234-ൽ BJPയെ പിടിച്ചു നിർത്തിയത് എന്ന് വരെ ഇന്ദ്രേഷ് കുമാർ പറയേണ്ടി വന്നു. അപ്പം മനസ്സിലാക്കൂ എത്രമാത്രം വൈഡാണ് ഇവർ തമ്മിലുള്ള പ്രശ്നം. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെയും മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടിയുടെയും അതായത് ഒപ്പോസിഷൻ പാർട്ടിയുടെയും ഭയമല്ല അവർ നോക്കിക്കാണുന്നത് ഈ RSS മോദിയുമായിട്ട് അടിയുണ്ടാകും, അങ്ങനെ BJP പിളരാൻ സാധ്യതയുണ്ട്. ഇതാണ് അവർ കണക്ക് കൂട്ടി പറയുന്നത്. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഓരോ ദിവസം ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെ ശൈലി ഏതൊക്കെ രീതിയിലാണ് RSS മോദിയുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള പൊട്ടൻഷ്യലായിട്ടുള്ള പോസിബിലിറ്റീസ്. ഒന്ന് പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് മോദി ഗവൺമെൻറ് എക്കണോമിക് റിഫോംസ് കൊണ്ടുവരുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുകയാണ്. അതിനെ RSS പൂർണ്ണമായിട്ടും എതിർക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, നരസിംഹറാവു എക്കണോമിക് ലിബറലൈസേഷൻ കൊണ്ടുവന്ന സമയത്ത് അതിനെ ഏറ്റവും കൂടുതൽ എതിർത്തത് ഈ RSS ആയിരുന്നു. കാരണം RSS എന്ന് പറയുന്ന ദേശീയ രീതിയിലുള്ള ഇന്ത്യനൈസ്ഡ് എക്കോണമി, അതായത് ഇപ്പോൾ എയർ ഇന്ത്യ പ്രൈവറ്റൈസ് ചെയ്തു, ഇന്ത്യയിലെ എയർപോർട്ടുകൾ പ്രൈവറ്റൈസ് ചെയ്തു, പെട്രോളിയം കമ്പനികൾ പ്രൈവറ്റൈസ് ചെയ്തു, അതായത് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേറെ ആൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഷെയർ പ്രൈവറ്റ് കമ്പനികൾ വാങ്ങുന്നു. ഇതിനെ പൂർണ്ണമായിട്ട് എതിർക്കുകയാണ് RSSും അവരുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ എന്ന് പറയുന്ന BMSും സ്വദേശി ജാഗരൺ മഞ്ച് എന്ന് പറയുന്നത്. അവർക്ക് ഒത്തിരി സംഘടനകളുണ്ട്. ഇവർക്കൊന്നും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രോപ്പർട്ടികൾ പ്രൈവറ്റൈസ് ചെയ്യുന്നതിനോടോ വിദേശ കമ്പനികൾ ഈ പ്രോപ്പർട്ടിയിൽ സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിൽ 1% പോലും താല്പര്യമില്ല. ഇതാണ് പ്രധാന ഇവർ തമ്മിലുള്ള പ്രശ്നമെന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് 2 രീതിയിലുണ്ട് RSSൻ്റെ നേതാക്കൾ. അതായത് പ്രായമുള്ള നേതാക്കൾ അതിനെ എതിർക്കുമ്പോൾ മറ്റൊരു വിഭാഗം, അതായത് ഈ പുതിയ ജനറേഷനാണെങ്കിൽ ഏകദേശം 40, 50, 55 വയസ്സുള്ളവരൊക്കെ RSSൻ്റെ നേതൃത്വത്തിലുള്ളവർ മോദിയെ അനുകൂലിക്കുകയാണ്. അതാണ് 2 രീതിയിലാണ് RSSൻ്റെ പല പ്രശ്നങ്ങളും ഇപ്പം പോകുന്നത്. അതായത് എക്കണോമിക് ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം RSSനകത്തുണ്ട്. പക്ഷെ തലമുതിർന്ന പല ആളുകളും, അതായത് അതിൻ്റെ പരമോന്നത പാട്രിയാർക്കി നേതാക്കളെന്ന് പറയുന്നവർ, അവരൊക്കെ മോദിയെ ആ കാര്യത്തിൽ എതിർക്കുകയാണ്. ഇതാണ് ഇവർ തമ്മിലുള്ള ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. അതേപോലെ നരേന്ദ്രമോദിയുടെ ഡ്രീം പ്രോജക്റ്റാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസം. അതായത് ഇന്ന് നമ്മൾ അവലംബിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ വിദ്യാഭ്യാസം മാറ്റണം. അതിനേക്കാളുപരി അദ്ദേഹം നോക്കിക്കാണുന്ന പ്രധാനപ്പെട്ട പോയിന്റ് 2022, 2023 ഏകദേശം $45 ബില്യൺ
വിദേശത്തോട്ട് പോയത്. അതായത് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ പഠിക്കുവാൻ വേണ്ടി വിദേശത്തോട്ട് ഇന്ത്യക്കാർ ഇൻവെസ്റ്റ് ചെയ്ത്. ഇപ്പം 45 ബില്യൺ എന്ന് പറയുമ്പം ഏകദേശം 45 ലക്ഷം ഇന്ത്യൻ കറൻസിയാണ് പോയിരിക്കുന്നത്. അത് 2025 സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് ഏകദേശം അത് 75 ബില്യനായിട്ട് മാറും. അതായത് ഇന്ത്യയുടെ വലിയൊരു അസറ്റ് വിദേശത്തോട്ട് പോവുകയാണ്. അത് ആലോചിച്ച് നോക്കണം. കാനഡയിലാണെങ്കിൽ തന്നെയും മറ്റു പല വിദേശ രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്നുള്ള പണം വാങ്ങിയിട്ടാണ് അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ആലോചിച്ച് നോക്കുക. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി മോദി കഠിനമായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റുക, അതേപോലെ വിദേശ സർവകലാശാലകളുടെ ക്യാമ്പസുകൾ ഇന്ത്യയിൽ ഫുള്ളി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുക. അത് ലോങ് സ്റ്റാൻഡിങ് ഒരു ഡിമാൻഡാണ്. ഇപ്പം അതിനെ എതിർക്കുവാൻ വേണ്ടി RSS പറയുന്നത് ബില്ല് കൊണ്ടുവന്ന് ഇന്ത്യക്ക് പുറത്തോട്ടുള്ള വിദ്യാർത്ഥികളുടെ ഒഴുക്ക് തടയാൻ ലിമിറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ പോകാൻ അനുവദിക്കുക. അതായത് ഓരോ രീതിയിലുള്ള റിസർവേഷൻ രീതിയിൽ ഉണ്ടാക്കാനാണ് പറയുന്നത്. അതിനെ മോദി ഗവൺമെൻറ് എതിർക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് BJPയുടെ ഏറ്റവും വലിയ സപ്പോർട്ട് ബേസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ നഗരങ്ങളാണ്. നഗരത്തിൽ കൂടിയാണ് BJP വളർന്ന് പിന്നീട് ഗ്രാമത്തിലോട്ട് പോയത്. അപ്പോൾ അങ്ങനെയാണ് BJPയുടെ വളർച്ചയെന്ന് പറയും. മോദി ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളവർ ഇന്ത്യൻ നഗരങ്ങളിലാണ്. അതായത് മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ്. അപ്പം ഇങ്ങനൊരു ബില്ല് കൊണ്ടാണ് BJPയുടെ വെടി തീർന്നു പോകും. അത് മോദിക്കും അറിയാം, BJP നേതാക്കൾക്കും അറിയാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് നടക്കുന്ന കാര്യമല്ല. കാരണം ഇതൊരു ട്രെൻഡാണ്, ഒരു ഗ്ലോബൽ ട്രെൻഡ്. അതിനെപ്പറ്റി മോദി മറ്റു പലരോടും പറയുന്നപ്പോൾ അതിനെപ്പറ്റിയുള്ള ആർട്ടിക്കിൾസൊക്കെ വരുന്നുണ്ട്. അതായത് ഇത്രയും കുട്ടികൾ ഇന്ത്യയിൽ നിന്ന് വിദേശത്തോട്ട് പഠിക്കാൻ പോവുക മാത്രമല്ല, പിന്നീട് അവരവിടുത്തെ സിറ്റിസണും അവിടെ ജോലിയാകുന്നു, അവിടെ ബിസിനസ് ആകുന്നു, അവരൊന്നും തിരിച്ചു വരുന്നില്ല. അതായത് ഇന്ത്യയുടെ ടാലൻറ്റ് പൂൾ എടുക്കുകയാണെങ്കിൽ നല്ല കുട്ടികൾ, അതായത് മെജോറിറ്റി ആയിട്ടുള്ള ഏറ്റവും ടാലൻ്റ് ആയിട്ടുള്ള ക്ലാസ് കുട്ടികൾ മുഴുവനും ഇന്ത്യയിൽ പഠിക്കുന്നില്ല, നിൽക്കുന്നില്ല, അവർ വിദേശത്ത് പോകുന്നു. പിന്നീട് ഇവർ തിരിച്ചു വരുന്ന കാര്യം ഏകദേശം 80% നടക്കുന്ന കാര്യമല്ല. അതായത് ഇന്ത്യക്ക് ഫ്യൂച്ചറിൽ ടാലൻ്റ് ഇല്ലാതാവുകയാണ്. ഇതാണ് മോദി ഗവൺമെൻറ് നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ചൈന എടുക്കാം. ഇപ്പം ചൈനയുടെ ലിബറലൈസേഷനൊക്കെ ശേഷം, പ്രൈവറ്റൈസേഷന് ശേഷം ചൈന ചെയ്ത ഏറ്റവും വലിയ ചൈനീസ് കുട്ടികളെ ആദ്യം അമേരിക്കയിൽ വിടുന്നു. പിന്നീട് അമേരിക്കയിലുള്ള പല ക്യാമ്പസുകളെയും ചൈനയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ സമ്മതിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം പറയാം. അതായത് ഞാൻ ഈ ജേർണലിസം തുടങ്ങുന്ന സമയത്ത് ഈ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ ഡെലിഗേഷൻ ഇന്ത്യയിൽ വന്നിരുന്നു. അതായത് ഞാൻ പറയുന്നത് ഒരു 30 വർഷം മുമ്പ്. ഇപ്പം ഈ ഡെലിഗേഷൻ വന്ന സമയത്ത് ഇവർക്ക് ആർക്കും തന്നെ വളരെ കുറച്ച് പേർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇന്ന് ചൈനയുടെ സ്ഥിതി എന്ന് പറയുന്നത് അവിടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുടെ എണ്ണം ഇന്ത്യക്കാരെ പോലെ തന്നെ ആയി മാറി. ഒരു കാര്യം മനസ്സിലാക്കണം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് ഇന്ത്യയിലാണ്. പക്ഷെ നമ്മളിത് ചലഞ്ച് ചെയ്യുന്ന ചൈനയാണെങ്കിലും മറ്റ് രാജ്യങ്ങളാണെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പം ഹിന്ദി എന്ന് പറയുന്നതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ഈ RSSൻ്റെ ഡിമാൻഡ്. അതിനെപ്പറ്റിയാണ് മോദി പലപ്പോഴും പറഞ്ഞ ഓരോ ദിവസവും ഓരോ ഹിന്ദി വാക്കുകൾ പഠിക്കുവാണെങ്കിൽ ഇന്ത്യയിൽ എല്ലാവർക്കും ഹിന്ദി പഠിക്കാൻ. പക്ഷേ ഇന്ത്യയുടെ പ്ലൂറലിസവും നമ്മുടെ ജിയോഗ്രഫി അനുസരിച്ചും നമ്മുടെ പല ഇഷ്യൂസ് ഉണ്ട്. ഇപ്പം തമിഴ്നാട്ടിൽ കയറി ഹിന്ദി പഠിപ്പിക്കാനും BJPയുടെ ഏറ്റവും വലിയ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പവർഫുൾ ഡോമിനൻ്റായ കർണാടകയിൽ കയറി ഹിന്ദി പഠിപ്പിക്കാൻ പറ്റും. ഇതൊക്കെ ഇഷ്യൂ ആണ്. കാരണം ഇന്ത്യയിലെ പല സ്റ്റേറ്റുകൾക്ക് അവർക്ക് അവരുടെ നേറ്റിവിറ്റിയാണ് താല്പര്യം. അപ്പോൾ ഇംഗ്ലീഷ് എന്നൊരു ഭാഷ, അതാണ് ഇൻഫോസിസിൻ്റെ ഫൗണ്ടർ നാരായണമൂർത്തി പറഞ്ഞത്. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ദേശീയ ഭാഷയാണ് ഹിന്ദി, അതവിടെ നിൽക്കട്ടെ, അതെല്ലാവരും പഠിക്കട്ടെ. പക്ഷേ ഇംഗ്ലീഷ് എന്നുള്ളത് പ്രൈമറി ലാംഗ്വേജിലോട്ട് നമ്മൾ മാറ്റിയില്ല എങ്കിൽ നമ്മൾ ഈ എഡ്യൂക്കേഷൻ കാര്യത്തിൽ നമ്മൾ വളരെ പുറകിലോട്ട് പോകും. അതിനെയാണ് RSS എതിർക്കുന്നത്. RSSൻ്റെ താല്പര്യം എന്ന് പറയുന്നത് ഹിന്ദി എന്ന് പറയുന്ന ലാംഗ്വേജാണ് ഇന്ത്യയിൽ എല്ലാവരും പഠിക്കേണ്ടത്. ആ ലാംഗ്വേജിൽ കൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഒരു സമയത്ത്
ഇന്ത്യ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് ലോകത്തിലെ ഏറ്റവും വലിയ മുൻപന്തിയിൽ നിന്ന് രാജ്യത്ത് ഇംഗ്ലീഷ് എന്ന അഡ്വാൻറ്റേജ് കൊണ്ടാണ്. ആ ടെക്നോളജി അഡ്വാൻസ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി ഇപ്പോൾ അത് ചൈനയുടെ കയ്യിൽ. കാരണം അവർ ടെക്നോളജിയിൽ ഏറ്റവും കൂടുതൽ, കാരണം കമ്മ്യൂണിക്കേഷൻ ഗ്ലോബൽ ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റാപ്പിഡ് ചേഞ്ച് ഇന്ത്യയിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് മോദിയെ പല ആൾക്കാർ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ എക്സ്പേർട്ടുകൾ ഉപദേശിക്കുന്നത്. അതിനെതിരെ നിലകൊള്ളുകയാണ്, അതിനെതിരെയാണ് RSS നിലകൊള്ളുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇന്ത്യ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട അഗ്നിപത്. അപ്പോൾ ഈ ഇതിനെ കംപ്ലീറ്റ് സ്ക്രാപ്പ് ചെയ്യണമെന്നാണ് RSSൻ്റെ ഡിമാൻഡ്. ഇനി അത് സ്ക്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇന്ത്യൻ ഡിഫൻസിൻ്റെ പുതിയ റിക്രൂട്ട്മെൻറ്റ് മുഴുവൻ മെസ്സപ്പായിപ്പം. കാരണം ആ ഒരു സിസ്റ്റം നമ്മൾ കയറി വന്നു. അപ്പം ഈ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് RSS ഡിമാൻഡ് ചെയ്യുന്നത്. കാരണം ഈ പെൻഷൻ സ്കീം നിലനിൽക്കണം. മറ്റുള്ള ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് ഈ RSSനെ പിന്തുണയ്ക്കുന്ന വലിയ വിഭാഗത്തിനും, അതായത് മുൻ പട്ടാളക്കാർക്ക് ഞാൻ പറയും ഒഫീഷ്യൽ ഓഫീസേഴ്സ് അല്ല, അപ്പോൾ അവർക്ക് RSSുമായിട്ടുള്ള ബന്ധവും, കാരണം പലയിടത്തും പട്ടാളത്തിൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ക്യാമ്പുകളുണ്ട്. ഈ ക്യാമ്പുകളിൽ വലിയൊരു ശതമാനം RSS ആണ് നടത്തുന്നത്. അപ്പോൾ ഈ അഗ്നിപത്ത് എന്ന് പറയുന്ന സംഭവം വന്നു കഴിഞ്ഞപ്പം ഈ ചെറുപ്പക്കാർ മുഴുവനും RSSൽ നിന്നും BJPയിൽ നിന്നും മാറിപ്പോയി. ഇതാണ് അവർ പറയുന്ന പോയിന്റ്. ഇതൊരു കാരണവശാലും സ്ക്രാപ്പ് ചെയ്യാൻ മോദി ഗവൺമെൻറ് സമ്മതിക്കില്ല. പക്ഷെ അത് റിവ്യൂ ചെയ്യാൻ വേണ്ടി, അതായത് ഈ 4 വർഷം എന്നുള്ള 5 വർഷം 6 വർഷം, അതേപോലെ 25 ലക്ഷം എന്ന് പറയുന്നത് 30 ലക്ഷമോ 40 ലക്ഷം, ആ രീതിയിലുള്ള ഒരു റിവ്യൂ നടക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് RSSൻ്റെ മറ്റൊരു പ്രശ്നം മോദി ഗവൺമെൻറ്റോട് വുമൻസ് റിസർവേഷൻ ബില്ലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ 2024 ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ എത്ര MPമാരുണ്ട്, പൊളിറ്റീഷ്യൻസ് ഉണ്ട്, അതേപോലെ നിയമസഭാ സാമാജികരുണ്ട്. അതായത് വരാൻ പോകുന്ന 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ പല നിയമസഭയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബില്ല് പാസ്സാക്കും. അതായത് സ്ത്രീകൾക്ക് സംവരണത്തോട് ഇന്ത്യയിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും പാർലമെൻറ്റിലും പ്രാധാന്യം കിട്ടുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് RSS എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യത്തിൽ വളരെ വളരെ പുറകിലാണ്. കാരണം ഒരു മാൻ ഷാവനിസ്റ്റിക് ഡോമിനേറ്റഡ് ആയിട്ടുള്ള നേച്ചറാണ് RSSൻ്റെ. ഇപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്ന ചില ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ മാത്രമാണ്. ഇതുമായിട്ട് മോദി ഗവൺമെൻറ് ഇവരുമായിട്ട് യോജിച്ച് പോകാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. കാരണം ഇതിനെ ബന്ധപ്പെട്ടാണ് ഈ കോൺഗ്രസ് പറയുന്നത്, അതായത് BJP താഴെ പോകും, 2 വർഷം 1 വർഷം ഇത്രയും ഉണ്ടായിരിക്കുമല്ലോ. പക്ഷേ ഇതിനെയെല്ലാം തെളിച്ച് മാറ്റിക്കൊണ്ട് ഇതിനെ ഓവർകം ചെയ്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അടിവരയിടുന്ന പോയിന്റ്, ഈ RSSൻ്റെ എതിർപ്പിനെയൊക്കെ മറികടന്നാണ് 2024 മോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്.